ഇത് രാവിലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയി. അതിനുശേഷം ഞാൻ മീൻ മുറിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞിമത്തിയാണ് കിട്ടിയത്. ഇതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇത് പൊരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് മുറിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചോട്ടോ. ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുന്തിരി ജ്യൂസ് കുടിച്ചു. ഈ കുഞ്ഞുമത്തിൻ്റെ തൂളി പോക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പിട്ട് കഴുകുകയാണ്. ഉപ്പിട്ട് കഴുകിയാൽ പെട്ടെന്ന് തൂളി പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ 2-3 പ്രാവശ്യം കൈ കൊടുത്തപ്പോഴേക്കും തൂളിയൊക്കെ പോയിട്ടോ. ഇത് കറി വെക്കാനും പൊരിക്കാനുള്ള മീനാണ്. അപ്പോൾ എല്ലാം ഞാൻ ഒപ്പരം മുറിച്ചതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം പൊരിക്കേണ്ടത് വേറെ തന്നെ എടുത്തു വെച്ചു. അതിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് സെറ്റാവാൻ വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പാനിൻ്റെ അകത്ത് ഇല വെച്ച് അതിൻ്റെ അകത്ത് മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും. പിന്നെ അതിന് ശേഷം കറി വെക്കാനുള്ള മീൻ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ചെറുതാക്കി അരിഞ്ഞ തക്കാളി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം എരിവ് വേണം. കറിവേപ്പിലയും പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുടംപുളി തൈലാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുമത്തിക്ക് കുറച്ച് വെള്ളമേ വേണ്ടൂ. അധികം വെള്ളം വെച്ചാൽ പിന്നെ വെന്ത് പോവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പേൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വേകുന്ന സമയം കൊണ്ട് ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ ഞാൻ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സമയം കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടോ. അതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ പൊരിച്ചതും ആയി. പിന്നെ ഞാനും ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളില്ല, അത് ഞാൻ ആ സമയത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേഗം ചോറ് തിന്നാൻ ഇരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി പുറത്ത് വെയിലത്ത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ മത്തി ആയതുകൊണ്ട് ഭയങ്കര മണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.